ലാലിങ്ങൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ മഴ പെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് 10 മണി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന്, ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ 10 മണികൾ നട്ട് കുറേ കഴിയുമ്പോൾ കുറേ ഉണ്ടാവും, നിറയെ തളിരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. നമ്മളതിനെ കട്ടിയിട്ടാണ് കൊടുക്കുക. ഇത് അവസാനം നമ്മളതിങ്ങനെ ആവും. അപ്പോഴേക്കും നമ്മളത് നശിച്ചു പോകാതിരിക്കാൻ നമ്മളിത് ഒക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം. ഇത് മാറ്റി ഇതിൻ്റെ എല്ലാം ഇങ്ങനെ എടുത്ത് നമ്മളെല്ലാം മാറ്റിയെടുത്ത് നമ്മൾ റീപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുത്തി വെച്ചാണ്. എല്ലാ കളറും ഉണ്ട് ഇതിൽ. ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് അതിൻ്റെ പൂവൊക്കെ പോയതാണ്. ഒരു തണ്ടാണെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഇങ്ങനെ ഒരു തണ്ടാണെങ്കിൽ പൊട്ടി വെച്ചാൽ ഇതിങ്ങനെ ആക്കി ഒന്ന് കുത്തി വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവാണ്ട് നഷ്ടപ്പെടാണ്ട് നിൽക്കും. ഒരു ചെടീൻ്റെ താഴെയാണെങ്കിൽ നമുക്കത് കുത്തി വെച്ച് നമുക്ക് 10 മണിനെ വളർത്താം. ഇങ്ങനെ നമ്മൾ ഓരോന്നും കണ്ട് കുത്തി വെച്ചതാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാനിതിനെ നമ്മുടെ 10 മണി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ കുറച്ച് മണലുണ്ട്, കുറച്ച് മണ്ണുമാണിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ചാണകപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്നിച്ച് ഒരു മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. ഇത് എല്ലാറ്റിനും നമുക്ക് ഈ മണ്ണും കുറച്ച് മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും കോമൺ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോട്ടി മിക്സാണിത്. അപ്പോൾ നമുക്ക് എല്ലാ ചെടികൾക്കും വയ്ക്കാം. 10 മണിക്ക് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് പൂക്കാനും തണ്ടുകൾ വലുതാവാനും ഒക്കെയാണ് നമ്മൾ വളങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം ഒക്കെ ചെയ്യുന്നത് നമ്മൾ അതിനാണ്. ഇത് കുറച്ച് ചകിരിച്ചോറാണ്. ചകിരിച്ചാറ് ഇപ്പോൾ കുറച്ച് മതി. മഴ സീസണല്ലേ വരുന്നത്, മഴയല്ലേ, അപ്പോൾ നമുക്ക് മതി. ഒരുപാട് തണുപ്പും മഴയും തട്ടുമ്പം ഇത് ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചകിരിച്ചോറ് ശരിക്കും പണ്ടൊന്നും നമ്മൾ ആദ്യം വയ്ക്കാറില്ല. കുറേ ചാണകപ്പൊടിയും മണ്ണ് ഇട്ടുകൊണ്ട് ചെടികൾ വയ്ക്കുക തന്നെ നന്നായി വരികയും ചെയ്യും. ഇപ്പോൾ പിന്നെ എല്ലാം മാറി, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും മാറുകയാണല്ലോ. അപ്പോൾ ഇതാണ് ഈ പോട്ടി മിക്സ്. ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെടിയൊന്ന് വേര് പിടിച്ച ശേഷം നമുക്ക് വളങ്ങളും ഒക്കെ കൊടുക്കാം. അതിനു വേണ്ടി നമ്മൾ ഇത്തിരി നല്ല വായു വട്ടമുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കല്ല് വെക്കണമല്ലോ. വെള്ളം കെട്ടി നിന്നാൽ വെള്ളം പോവാതിരുന്ന പിന്നെ അത് ചളിയായി മാറും. അത് പിന്നെ ആ ചെടികൾ ചീഞ്ഞു പോകും. അതാണ്. അപ്പോൾ നമ്മൾ എന്ത് വയ്ക്കുമ്പോഴും അതിന് വെള്ളം നന്നായി വാർന്നു പോകാൻ പാകത്തിനുള്ള ഹോളുണ്ടാക്കി വെക്കണം. പിന്നെ നമുക്ക് ഈ 10 മണിക്ക് ഒരുപാട് വേരൊന്നും വരില്ല, കുറച്ച് വേരേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് മണ്ണ് ഇതിലേക്ക് നിറച്ച് വയ്ക്കണ്ട. അപ്പോൾ അത് വെയിറ്റുമാണ്, ചട്ടിക്ക് വെയിറ്റുമാണ്, നമുക്ക് തൂക്കി വയ്ക്കാനൊക്കെ വെയിറ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ കുറച്ച് ചകിരിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ അടുക്കി വെച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് മണ്ണ് മതി. ഇനി മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം വാർന്നു പോവുകയും ചെയ്യും. മണ്ണ് നിറച്ച് ഇതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കും. നമുക്ക് മണ്ണിൻ്റെ അത്രയേ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് നമ്മൾ മറ്റേ തൈകളിനെ പോലെ വേരിറങ്ങി വലിയ വേര് വന്ന് ഉള്ള അതിൻ്റെ ഒന്നും ആവശ്യം 10 മണിക്കില്ല. 10 മണിക്ക് കുഞ്ഞു കുഞ്ഞു വേരുകളാണ് അത്. അപ്പോൾ നിറച്ച് കഴിഞ്ഞ് നമുക്ക് ചെടി നട്ട് വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ 10 മണിൻ്റെ കുറച്ച് തലപ്പാണ് എടുക്കുന്നത്. എടുത്തിട്ട് പൂവൊക്കെ ഉള്ളത് വെട്ടിക്കളഞ്ഞ് ഇതാണ്. നമുക്കിങ്ങനെ മതി. ഇതിൻ്റെ തലപ്പില്ല, ഇതൊന്ന് വെട്ടിയത് പൂത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. ഈ ഇതിൽ വേണ്ട, എന്താ അറിയോ, അത് ചിലപ്പോൾ നമുക്ക് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ ഭാഗം ഊരിയെടുത്തിട്ട് നമുക്കിതിൽ നട്ട് വയ്ക്കാം. ഈ പോട്ടി മിക്സിന് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് കളയണം. കല്ലുണ്ടെങ്കിൽ ചെറിയ വേരല്ലേ, അപ്പോൾ കല്ല് അതിന് ആവശ്യമില്ല. അപ്പോൾ അതിന് വേര് വരാൻ തടസ്സം വരും. അപ്പോൾ നമുക്ക് നട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് അടുത്തടുത്തായിട്ട്
കുത്തി കൊടുക്കാം. നമ്മളിതൊക്കെ നട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണ് അങ്ങനെ ആക്കി കൊടുത്തു. ഇനി അതൊന്ന് വേര് പിടിച്ച ശേഷം നമുക്ക് ഇതിനെ പിന്നെ ഇത് ഇങ്ങനെ വരും, തലപ്പ് വരുമ്പോൾ ഈ തലപ്പൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടിട്ട് നമുക്ക് ചാണകവെള്ളമില്ലേ, ചാണകവെള്ളം തെളി അതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല വണ്ണവും വരും, പൂക്കൾക്ക് നല്ല നിറവും നല്ല ഫ്രഷായിട്ട് നല്ല ഉന്മേഷത്തോടെ ചെടികൾ വരും. പിന്നെ മഴക്കാലത്ത് മാത്രം നമ്മൾ ഇതിന് ചാണകം വെള്ളം കൊടുക്കണ്ട. എന്താണെയോ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 18 എപ്സം സാൾട്ടൊക്കെ കുറച്ചിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് അതൊന്ന് തെളിയായിട്ട് നമുക്ക് മഴ മാറി ചെറിയൊരു വെയിൽ കാണുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി, നന്നായി വരും. പിന്നെ നമ്മൾ മഴക്കാലത്ത് കുറേ ചെടികൾ പോവാൻ നശിച്ചു പോവും, ഉറപ്പായിട്ടും പോവും, മഴയല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ ചെറിയ ചെറിയ ചട്ടികളിൽ കുത്തിയിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ കളറുകളും നമുക്ക് കളയാണ്ട് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 5-6 ദിവസം മുമ്പ് നമ്മുടെ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെയൊക്കെ പിടിപ്പിച്ച് വെച്ചാണ് ഈ ചട്ടികളിലേക്കൊക്കെ ആക്കിയിട്ട്. ഇതിൽ ചകിരിയല്ല ഇട്ടിരിക്കുന്നത്, ഇലകളാണ് അടിയിലിട്ടിരിക്കുന്നത്. കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു 10-60 ചട്ടിയുണ്ട്, നമ്മളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നതാ അങ്ങനെ നന്നായിട്ട് വരുമ്പോൾ വന്നില്ല, ഇപ്പോൾ ഒക്കെ വന്നു. ഇനി ഇതിന് തണലത്ത് വെക്കണം. ഈ മഴയത്ത് വെച്ചാൽ ശരിക്കും ചെടികളൊക്കെ പോവും. ഇതിനെ ഒന്ന് ഒരു ഷെയ്ഡിൻ്റെ താഴെ കൊണ്ട് നമുക്ക് വെക്കണം, ഷീറ്റിൻ്റെ താഴെ ഇടയും കൊണ്ട് വെച്ചിട്ട് കളയാണ്ട് നോക്കണം. എന്നിട്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.